ഇടുക്കി ജില്ലയിലെ ദേവികുളം ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട ചിന്നക്കനാലിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 21-നായിരുന്നു ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ മുറിവാലൻ കൊമ്പൻ്റെ പുറത്ത് ആഴത്തിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. ഒരാഴ്ച മുമ്പാണ് ചക്കക്കൊമ്പനും മുറിവാലനും സിംഗുകണ്ടം ചെമ്പകത്തൊഴുക്കുടിക്ക് സമീപം വെച്ച് ഏറ്റുമുട്ടിയത്. പരിക്ക് പറ്റിയ മുറിവാലൻ 60 ഏക്കർ ഭാഗത്തേക്ക് എത്തി. 2 ആനകളെയും വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഓഗസ്റ്റ് 30-നാണ് ഗുരുതരാവസ്ഥയിലായ ആന കിടപ്പിലായത്. ACF അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും വെറ്റിനറി സർജൻ ഡോക്ടർ R. അനുരാജ് സ്ഥലത്തെത്തി ആനയെ ചികിത്സിച്ചു വരികയായിരുന്നു. എല്ലാവിധ ചികിത്സയും നൽകിയെന്നും ആന സ്വയം എഴുന്നേറ്റാൽ മാത്രമാണ് കൂടുതൽ ചികിത്സ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നും ഡോക്ടർ അനുരാജ് വ്യക്തമാക്കിയിരുന്നു. ACF ജോബ് J. നരിയമ്പറമ്പിൽ, ദേവികുളം റേഞ്ച് ഓഫീസർ PV റജി എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ആനയെ നിരീക്ഷിച്ചിരുന്നത്. മുറിവുകൾ പഴുത്തതോടെ ആന അവശനിലയിലായി. തുടർന്ന് ഇന്നലെ രാവിലെയോടെ ചിന്നക്കനാൽ വിലക്കിന് സമീപം 500 മീറ്റർ അകലെയുള്ള വനമേഖലയിൽ ആന വീണു. അവിടെ തന്നെ ആനയ്ക്ക് വനംവകുപ്പ് അധികൃതരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ചികിത്സ നൽകിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല. ചിന്നക്കനാലിൽ ചെരിഞ്ഞ മുറിവാലൻ കൊമ്പൻ്റെ ശരീരത്തിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനിടെ 20 പെല്ലറ്റുകൾ കണ്ടെത്തി. എന്നാൽ ഇതിൽ 19 പെല്ലറ്റുകളും 12 ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വന്യജീവികളെ തുരത്താനായി വനംവകുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് 12 ബോർ ആക്ഷൻ തോക്കുകൾ. ചക്കക്കൊമ്പൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മുറിവാലൻ കഴിഞ്ഞ ദിവസമാണ് ചെരിഞ്ഞത്. ദേവികുളം റേഞ്ചിൽ 4 12 ബോർ തോക്കുകളാണ് ഉള്ളത്. എന്നാൽ ഇവ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. മുറിവാലൻ കൊമ്പൻ്റെ ശരീരത്തിലുള്ള പെല്ലറ്റുകൾ എയർഗൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതാകാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു പെല്ലറ്റും മുറിവാലൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പെല്ലറ്റുകളൊന്നും ആനയുടെ ആന്തരിക അവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ളവയല്ല എന്നാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. ഇതിനിടെ ആന ചെരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നടത്തിയ വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ആനയുടെ ശ്വാസകോശത്തിന് ഏറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് ഏകദേശം വ്യക്തമായതായി വെറ്റിനറി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചക്കക്കൊമ്പൻ്റെ നീളമേറിയ കൊമ്പുകൾ തുളച്ചുകയറി ശ്വാസകോശത്തിന് പരിക്കേറ്റതാകാം അപകടത്തിന് അല്ലെങ്കിൽ മരണത്തിന് കാരണമെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ നിഗമനം. ആനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ട സാഹചര്യത്തിൽ വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുറിവാലനെ കൊന്നത് ചക്കക്കൊമ്പൻ തന്നെയാണെന്ന് ഇതോടെ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ വേട്ടക്കാരുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി.